ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് നമ്മൾ കാണുന്നൊരു വലിയ അത്ഭുതങ്ങളിലൊന്നാണ് റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങി. അപ്പം യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങി ആദ്യം ഫോളോവേഴ്സ് ഒരു 1,00,000മായി, പിന്നെ അത് 5,00,000മായി, പിന്നെ അത് 10,00,000മായി, ഇപ്പോൾ അത് മില്യണിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇതുകൊണ്ടൊക്കെ നമ്മൾ വിചാരിക്കും ഒറ്റ ദിവസം കൊണ്ടാണ് പുള്ളി മില്യണിൽ കയറിയിരിക്കുന്നത്. അതായത് അതായത് ആരാധന മൂത്തിട്ടായിരിക്കാം ചിലപ്പം പുള്ളിയുടെ അക്കൗണ്ട് പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഇതൊക്കെ ചെയ്യുന്നത്. കളിയോടുള്ള ആത്മാർത്ഥതയും ചിലപ്പോൾ പുള്ളിയോടുള്ള ആരാധനയും കൊണ്ടുപോകാം. അപ്പം പുള്ളി നിസ്സാരമായിട്ടൊരു അക്കൗണ്ട് തുടങ്ങി പെട്ടെന്ന് ഇത്രയും റീച്ച് ആവുന്നു. സത്യം പറഞ്ഞാൽ അസൂയയുമുണ്ട്, വിഷമവും ഉണ്ട്. അത് അസൂയയും വിഷമവും അദ്ദേഹത്തിനോടുള്ള അസൂയയും വിഷമവും അല്ല. കാരണം എനിക്ക് പലപ്പോഴും അത് ഭയങ്കര ഫീലാകാറുണ്ട്. കാരണം ഒന്നും ചെയ്യാതെ, അതായത് ഇപ്പം നമ്മളിപ്പോൾ KL ബ്രോയുടെയൊക്കെ വീഡിയോസ് നമ്മൾ കണ്ടു. KL ബ്രോയൊക്കെ ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇവിടം വരെ എത്തിയത്. അത് അവർ ഡിസർവ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം റൊണാൾഡോയെ സംബന്ധിച്ച് റൊണാൾഡോ ഡിസർവ് ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരായിരിക്കാം ഒരുപക്ഷെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത്, പല രാജ്യങ്ങളിലായിട്ടൊക്കെ ആൾക്കാർ കാണും, അവരൊക്കെ ആയിരിക്കും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഇത്രയും വരെ എത്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിനത് നല്ലൊരു വരുമാന മാർഗത്തിലേക്കും ഇപ്പോൾ പുള്ളി ആയിക്കാണും. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം കളിയിലൂടെയും അല്ലാതെയൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് വരുമാനമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വരുമാനം ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് അച്ചീവ് ചെയ്താൽ പോലും അദ്ദേഹത്തിന് അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ അത് വീഴുമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് അത് ആവശ്യമായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ അവരെയൊക്കെ ഫോളോ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അവരെയൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ സ്വന്തം കളിക്കാരനാണ്, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടവും കൂടുതലുണ്ട്, അദ്ദേഹത്തിൻ്റെ വീഡിയോസ് എല്ലാം ചെയ്യാം. പക്ഷേ ഇതുകൊണ്ടൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാർ സ്ട്രഗിൾ ചെയ്ത് ഇതിലൂടെ കയറി വരാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണണമെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 3K ഒക്കെ കാണുള്ളൂ. അപ്പം അല്ലെ 2K, ചിലപ്പോൾ 1K ഒക്കെ, 1Kക്ക് താഴെയൊക്കെ കാണുള്ളൂ. പക്ഷേ നമ്മുടെയൊക്കെ വീഡിയോസും ഈ സാധാരണക്കാരുടെ വീഡിയോസും നിങ്ങൾ സാധാരണക്കാർ കണ്ട് റീച്ചാക്കിയാൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ളവർക്ക് വിജയിച്ച് വരാൻ പറ്റൂ. ഇപ്പം ഞാനായാലും എൻ്റെ കൂട്ടുള്ള ബാക്കിയുള്ളവരായാലും ഒക്കെ വലിയ കാശുണ്ടായിട്ട് വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി യൂട്യൂബിൽ വരുന്നവരല്ല. യൂട്യൂബിൽ വരുന്ന മിക്ക ആൾക്കാരും അങ്ങനെയുള്ളവർ ഇല്ലാന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷേ ഒരു 80-90% ആൾക്കാരും ജീവിതത്തിനോട് പട പൊരുതുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചാനലുണ്ടാക്കി അതിലൂടെ ചെറിയൊരു വരുമാനം കിട്ടി ഇച്ചിരി നല്ല രീതിയിലൊന്ന് ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞാനൊരു സെയിൽസ്മാനാണ്. എൻ്റെ വരുമാനം എന്ന് പറയുന്നത് മാസം ഒരു 15,000 രൂപയുള്ളൂ. അപ്പം ലോണുണ്ട്, ബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും സേവ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പം സബ്സ്ക്രൈബേഴ്സൊക്കെ കുറച്ച് കയറി വന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ വരുമാനത്തിൻ്റെ ഒരു രീതിയിലേക്ക് എത്തിയില്ല. കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ ലിമിറ്റഡ്, അതായത് ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ടാണ് പലപ്പോഴും വീഡിയോസ് ചെയ്യുന്നത്. എന്നെക്കൊണ്ടാവും വിധമൊക്കെ വീഡിയോസ് നന്നാക്കാറുണ്ട്. അപ്പം നിങ്ങളെപ്പോലുള്ളവർ, ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങളെപ്പോലുള്ളവരെ സഹായിച്ചാൽ മാത്രമേ ഞങ്ങൾക്കും ഒരു വരുമാനത്തിൻ്റെ ഒരു ചെറിയ രീതിയിലേക്ക് വരാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.